ഹലോ എവ്രി വൺ അസ്സാമു അലൈക്കും. അപ്പം ജാനുവരി 4, 2026 ഞങ്ങളുടെ പുതിയ വീടിൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു. അപ്പം അന്ന് സുബഹിക്ക് തന്നെ നമ്മളെ പാലുകാച്ചലും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഉച്ചക്കുള്ള നമ്മുടെ പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഓഫ് വൈറ്റിൽ വരുന്ന ഡ്രസ്സായിരുന്നു നമ്മളെല്ലാവരും ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇനി എനിക്കറിയാം നിങ്ങളുടെ എല്ലാവരുടെയും ഡൗട്ടായിരിക്കും വാപ്പ എവിടെ, ഹൗസ് വാമിങ്ങിന് വാപ്പ എവിടെയെന്നുള്ളത്. ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട്, വാപ്പാക്ക് നാട്ടിലെത്താൻ പറ്റിയില്ല, ലീവും കാര്യങ്ങളൊക്കെ കിട്ടാത്തതുകൊണ്ട്. എൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എൻ്റെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാനിവിടെ ലിങ്ക് കൊടുക്കാം. അതുകൊണ്ടാണ് വാപ്പ ഹൗസ് വാമിങ്ങിന് വരാതിരുന്നത്. വാപ്പ അല്ലാത്തതിൻ്റെ കുറവ് അവിടെ വേറെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരും നാട്ടിലുണ്ടാകുമ്പോൾ തന്നെ ഹൗസ് വാമിങ് നടത്തുള്ളൂ എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ സാഹചര്യങ്ങൾ അതല്ലായിരുന്നു. ഇൻഷാല്ലാ വാപ്പ നാട്ടിലെത്തിയിട്ട് ആ സങ്കടമൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും വരാൻ തുടങ്ങി. വീട്ടിൽ തിരക്ക് കൂടുതൽ തുടങ്ങി. അത്രയും തിരക്കിൻ്റെ ഇടയിൽ സുന്ദാത്താനെയും ഇമ്മാനെയും കാക്കൂനെയും ഒക്കെ എപ്പോഴെങ്കിലും ഒരു മിന്നാട്ടം കാണും, പിന്നെ അവിടെ നിന്ന് കാണാതാവും, പിന്നെ വേറെ എവിടെയെങ്കിലും കാണും. തിരക്ക് കൂടുന്നതിന് മുമ്പ് തന്നെ ഫാമിലി ആയിട്ട് ഒരു കുറച്ച് ഫോട്ടോസും വീഡിയോസും കിട്ടിയത് തന്നെ നല്ല കാലം. പിന്നെ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഫുഡ് കഴിക്കുന്ന ടൈമിൽ അവരുടെ കൂടെ ഞാനും ഇരുന്ന് നല്ല ബീഫ് ബിരിയാണി കഴിച്ചു. ഞാൻ നല്ല സോഫ്റ്റ് ബീഫ് ബിരിയാണീൻ്റെ ഫാനാണ്. ചിക്കനേക്കാളിലും എനിക്കിഷ്ടം ബീഫ് ബിരിയാണിയാണ്. ഇവളാണ് എൻ്റെ കസിൻ. നമ്മൾ രണ്ടാളും ഏകദേശം ഒരു സെയിം ഏജ് ആണ്. പിന്നെ കാക്കു ആ ഓട്ടത്തിലും തിരക്കിലും ഏറ്റവും അവസാനമാണ് ഫുഡൊക്കെ കഴിച്ചത്. അങ്ങനെ പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. പരിപാടി ഏകദേശം ഒതുങ്ങി. വന്നവരൊക്കെ തിരിച്ചു പോകൽ തുടങ്ങി. ഇവരൊക്കെ എൻ്റെ ഉമ്മാൻ്റെ സൈഡിലുള്ള കസിൻസുകളാണ്. അങ്ങനെ കഴിഞ്ഞ 1.5 വർഷമായിട്ട് നമ്മളെല്ലാവരും ഈ വീട് പണീൻ്റെ പിന്നാലെയായിരുന്നു. എൻ്റെ മാഷാല്ലാ അത് അടിപൊളിയായിട്ട് നടന്നു. വാപ്പ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. ഇൻഷാല്ലാ വാപ്പ നാട്ടിലെത്തിയിട്ട് ആ സങ്കടമൊക്കെ മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ പരിപാടി ഉസാറായിട്ട് നടന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.